എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. ഒന്ന് നെടുവേർപ്പിടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിഴിക്ക് തോറ്റ് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു 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 തളർച്ച ഉണ്ട്. ആ തളർച്ച ഒന്ന് മാറ്റും. ക്ഷീണമാവാം. ഓക്കെ, എന്താണ് ഇന്ന്? ഇന്നലെ ഹിന്ദി, ഇന്ന് തെലുങ്ക് ആയിക്കോട്ടെ. ഓക്കെ, ഏറ്റവും കൂടുതൽ തെലുങ്ക് കിട്ടുന്നവർ വിജയിക്കും. ഓക്കെ, ഹെഡ് ടൈല് ഫസ്റ്റ് വാൾ ക്ഷീണം മാറ്റുന്നു. ഓക്കെ, ഓ ഫസ്റ്റ് വാൾ ഫസ്റ്റ് വാൾ ടോസ് പോയില്ലേ? ടോസ് പോയി. ഡ്രാഗൺ സിനിമയുടെ റിലീസ് ഡേറ്റ് വീണ്ടും മാറ്റിയിട്ടുണ്ട്. സംഭവം നമ്മുടെ വിടാമുയർച്ചി ഒറ്റ കാരണമുള്ളൂ. ഓക്കെ, 14-നായിരുന്നു പറഞ്ഞിരുന്നത്, അത് മാറ്റിയിട്ട് 21-ലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ അശ്വിൻ മാരിമുത്തു അത് സംവിധായകൻ, പ്രദീപ് രംഗനാഥൻ നായകനാവുന്ന സിനിമയാണ്. നായിക നമ്മുടെ അനുപമ പരമേശ്വരൻ. ഓക്കെ, വരട്ടെ. സംവിധായകന്റെ പേര് ആൾറെഡി പറഞ്ഞല്ലോ, അശ്വിൻ പറയേണ്ട കാര്യമില്ല. ദാവീദ് സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. കരുണ കുക്കി മൈമുനയാകുന്നു. മൈമൂന മലപ്പുറക്കാരനായിട്ട് മൈമൂന എന്ന് പറയാറില്ല എനിക്ക്. മൈമുനയല്ല, മൈമൂന. നമ്മുടെ മൈമൂനയാണ്. ഓക്കെ, അപ്പൊ ദാവീദ് സിനിമ റിലീസിനെത്തുന്നത് ഫെബ്രുവരി 14. ഓക്കെ, എത്ര സിനിമകളല്ലേ, എന്റെ ദൈവമേ, ഇഷ്ടം പോലെ. അടുത്തത് റോബിൻ ഹുഡ്. തെലുങ്കിൽ നിന്ന് ഒരു സിനിമ വരുന്നുണ്ട്, റോബിൻ ഹുഡ്. ഓക്കെ, റോബിൻ ഹുഡ് സിനിമ മാർച്ച് 28-നാണ് റിലീസ് ഡേറ്റ് ചെറുതായിട്ടൊന്ന് മാറ്റിയതാട്ടോ അത്. ഓക്കെ, മൈത്രി മൂവി മേക്കേഴ്സാണ് സിനിമ നിർമ്മിക്കുന്നത്. നിതിനാണ് നായകൻ. പൊന്തിച്ചു. അടുത്തത് ഓക്കെ, വെങ്കി അറ്റ്ലൂരി ധനുഷ് മൂവി. എന്താണെങ്കിലും സിനിമയുടെ, അതായത് വെങ്കി അറ്റ്ലൂരിന്റെ ലാസ്റ്റ് സിനിമ ലക്കി ഭാസ്കർ. അപ്പൊ ഇതും തെലുങ്കായിരിക്കും, തെലുങ്കും തമിഴും തെലുങ്കും. കൊള്ളാം. അപ്പൊ ഒന്നായി. എന്താണെങ്കിലും സിനിമയുടെ ടൈറ്റിൽ ഹോണസ്റ്റ് രാജ എന്നായിരിക്കും എന്നാണ്. ഹോണസ്റ്റ് രാജ്. ഓക്കെ, കൊള്ളാം, നല്ല പേരല്ലേ. അതായത് വെങ്കി അറ്റ്ലൂരി സൂര്യ വെച്ച് ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ള കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ അതിന്റെ ഇടയിൽ സർപ്രൈസ് ആയി വന്നൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ലക്കി ഭാസ്കറിന് ശേഷം ധനുഷിന്റെ കൂടെ, അതായത് വാർത്തി സാറ്, രണ്ടുപേരും സിനിമ കേട്ടോ, തെലുങ്കിന് സാറും ഇവിടെ വാർത്തി. ആ സിനിമയുടെ സംവിധായകൻ വീണ്ടും ധനുഷിന്റെ കൂടെ. കൊള്ളാം. ഓക്കെ, അടുത്തത് പൊന്മാൻ സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രീപോൺ ചെയ്തിട്ടുണ്ട്. ജനുവരി 30 സിനിമ റിലീസിനെത്തും. എന്തുകൊണ്ട് കാരണം വല്ലതും പിടി കിട്ടിയോ? അതായത് തുടരും മാറാൻ സാധ്യത കാണുന്നു. പോസ്റ്റ്പോൺ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതെ, എന്താ അറിയോ, വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധ്യത കാണുന്നു എന്ന്. ഇവരിപ്പോഴും ഒഫീഷ്യലായിട്ട് സംഭവം വന്നിട്ടില്ല, അതാണ്. എന്താണെങ്കിലും നോക്കാം. OTT-യുമായി ബന്ധപ്പെട്ടുള്ള സംഭവം. അടുത്തത് മാർക്കോ മീറ്റ് വിത്ത് കുറച്ച് സ്റ്റീൽസ് വന്നിട്ടുണ്ട്. ഓക്കെ, നാലായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കൊടുക്കുകയാണോ എടാ നീ എങ്ങനെ ചെയ്ത ചോദിക്കുകയാണോ, ചോദിച്ചറിയണം. എങ്ങനെ ചെയ്തു ഞാൻ എന്റെ ആയ കാലത്ത്. അതേ പറയാം, ഫൈറ്റിന്റെ കാര്യത്തിൽ ലാലേട്ടന് നമുക്ക് അറിയാലോ. അപ്പൊ ലാലേട്ടൻ എടാ ഞാൻ ഇതൊക്കെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കും. എന്താണെങ്കിൽ കൊള്ളാം. അപ്പൊ ഉണ്ണിമെന്ന് പറയണേ, പ്രായമായെന്ന് കരുതിയിട്ട് ഒതുങ്ങൊന്നും വേണ്ട, തൊടാൻ മുടിയാത് എന്ന് എനിക്കറിയാം. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, കണ്ണപ്പ 2. അപ്പോൾ കണ്ണപ്പ സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. നാളെ ശിവ ആരാണെന്നുള്ളത് പുറത്തു വരും. അതായത് ക്യാരക്ടർ പോസ്റ്റർ നാളുണ്ട്. കണ്ണപ്പ അക്ഷയ് കുമാറാണ് കേട്ടോ, അത് അറിയാലോ അല്ലേ. അതെ. അടുത്തത് 2-1 തെലുങ്കാ ഡിറ്റക്റ്റീവ് ഉജ്ജ്വല സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഗംഭീര സാധനം കേട്ടോ. റോഷാക്ക് ഇപ്പുണ്ട് പുറകില്. റോഷാക്ക് ഞാൻ അവരെന്നല്ല നോക്കുന്നത്, ഞാൻ ആ റോഷാക്കിനെയല്ല നോക്കിയത്, നമ്മുടെ അമീൻ ടീമിൽ. മനസ്സിലായി. ഏതാ ലുക്കൊക്കെ പൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. ധ്യാൻ ശ്രീനിവാസൻ തകർക്കാനുള്ള പടമാണെന്ന് എനിക്ക് തോന്നുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ് നിർമ്മിക്കുന്നത്. മാത്രമല്ല മിന്നൽ മുരളി യൂണിവേഴ്സിൽ വരുന്ന സിനിമയാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടാവും. അതെ.
അടുത്തത് ആലപ്പുഴ ജിംഖാന. ഓ, സിനിമയുടെ ക്യാരക്ടർ റിവീലിംഗ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതിയൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട്, നമ്മുടെ കാർത്തിക്. ആരാവുന്നു? ക്രിസ്റ്റഫർ. ഓക്കെ, ഓക്കെടാ. 2-1. യോഹാൻ അധ്യായം 1. ഓ, നമ്മുടെ ഗൗതം വാസുദേവ് മേനോൻ വിജയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിരുന്ന സിനിമയാണ്, വിജയിനെ വെച്ച് ചെയ്യാൻ വേണ്ടിയിരുന്ന സിനിമയാണ്. ഇനി അത് വിശാലിന് ചെറിയ മാറ്റങ്ങളോടെ വിശാലിനെ വെച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നായിരിക്കും എന്ന് അറിഞ്ഞൂടാ. ഇതൊക്കെ ചെയ്യുന്ന കൊള്ളാം, ഏത് വർഷം ഇറങ്ങുമെന്ന് അറിയില്ല. ചെയ്താലും ഇറക്കണ്ടല്ലോ. എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഉടനടി ആൾക്ക് പരിഹരിക്കാൻ പറ്റട്ടെ. ആണ് ചെയ്യുന്ന എല്ലാ സിനിമയും റിലീസിനെത്തട്ടെ. ഇതിന് ധ്രുവ നക്ഷത്രം പോലും അങ്ങനെ ആവട്ടെ, വരട്ടെ. ധ്രുവ നക്ഷത്രം ഉപേക്ഷിച്ചതിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. എന്താ പറഞ്ഞ? അത് സൂര്യക്ക് വാരണായിരം കൊടുത്താണല്ലോ. അപ്പൊ ആ ഒരു വിശ്വാസമെങ്കിലും എന്നിൽ കാണിക്കണമായിരുന്നു എന്നൊക്കെ. സംഭവം അതുകൊണ്ടല്ലല്ലോ സൂര്യ പിന്മാറിയത്. അതായത് ഓരോ വർഷം കഴിയുന്നത് ഇങ്ങനെ നീണ്ടു പോയിട്ടാണ്. എത്ര നാളായി. അതെ, അത് അതുകൊണ്ടാണ് ആള് പിന്മാറിയെന്നുള്ളതാണ്. അന്ന് വാർത്താ സമ്മേളനമൊക്കെ വെച്ചിട്ടായിരുന്നു അത് അനൗൺസ് ചെയ്തത് അല്ലേ? സത്യം. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു പിന്മാറല്. എന്തൊക്കെയാണെങ്കിലും സംഭവം ആള് പറയുന്നതിൽ ചെറിയതായിട്ടുള്ളൊരു സത്യമുണ്ട്. ആര് പറയുന്നതിനാ? അതായത് പിന്മാറുന്നത് ഇങ്ങനെ വിളിച്ച് ഈ രീതിയിലൊക്കെ പറയുന്നതേ. അല്ലെങ്കിൽ പിന്നെ ബാലയും സൂര്യൻ ചെയ്തതുപോലെ ചെയ്യണമായിരുന്നു. വണങ്ങാൻ ഒഴിവാക്കിയില്ലേ അവർ രണ്ടുപേരും ഒരുമിച്ച് മീച്ചലി ഒരു തീരുമാനത്തിലെത്തി. രണ്ടുപേരും അല്ലെങ്കിൽ പിരിയുമ്പോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പിരിയണമായിരുന്നു. കാരണം അതിന്റെ ഓഡിയോ ലോഞ്ചിന് സൂര്യ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണം ചെയ്യാൻ. അടുത്തത് പ്രാവിൻകൂട് ഷാപ്പ് ഫസ്റ്റ് ഡേ കളക്ഷൻ. അത് കേരള ഗ്രോസ് ആണ്. 1.7 കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, വലിയ റിപ്പോർട്ടില്ല. സംഭവം അറിയാലോ, മന്ദഗതിയാണ്. അടുത്തത് ഓക്കെ, പ്രേമലു 2. നമ്മള് പ്രാവിൻകൂട് ഷാപ്പിന്റെ റിവ്യൂ ചെയ്തില്ലേ? നമ്മൾ ആദ്യം അതിന്റെ ടെക്നിക്കൽ സൈഡിൽ നമ്മൾ ക്വാളിറ്റിയെ കുറിച്ച് ജസ്റ്റ് സംസാരിച്ചല്ലോ. അപ്പോൾ ചിലരൊക്കെ അത് ഫുള്ളായിട്ട് കാണാതെ നമ്മൾ ഫുള്ള് പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതിയിട്ടാണ് കുറേ എണ്ണം പോയിട്ടുള്ളത്. കമന്റ്സ് ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തത്. ഞങ്ങളതിൽ കട്ട നെഗറ്റീവ് പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ല. അതാണ് എപ്പോഴും ഒരു വീഡിയോ ഫുള്ളായിട്ടും നിങ്ങൾ പെട്ടെന്ന് കാണാനാണ് ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടാണെങ്കിലും അതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടിട്ട് പോകണം. എന്ത് പറഞ്ഞു? അതെ, അത് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയണം. എന്താണെങ്കിലും ഇപ്പൊ അടുത്ത കിഴി പ്രേമലു 2 ആണ് കേട്ടോ. സിനിമയുടെ ഷൂട്ട് ജൂണിൽ തുടങ്ങുന്നതാണ് ദിലീഷ് പോത്തൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പ്രേമലു 2. അപ്പോൾ ഇനി ഇവർക്ക് എന്ത് സംഭവിച്ചു? ഇവരുടെ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്തായി? ഇതൊക്കെ നമുക്ക് അറിയാനുണ്ട്. അതൊക്കെ നമുക്ക് ഉടനടി അറിയാം. ഓക്കെ, വമ്പൻ ഹൈപ്പായിരിക്കും അത് പ്രേമലു വരുമ്പോ. പ്രേമലു 2 ഉറപ്പല്ലേ? സംക്രാന്തിക്ക് വസ്തുനം. ഞാൻ തന്നെയല്ല ഓക്കെ, സംക്രാന്തിക്ക് വസ്തുന സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ 131 കോടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വന്നിട്ടില്ല. ഇന്ന് മേ ബി കിഴി എപ്പിസോഡ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 150 കഴിഞ്ഞിട്ടുണ്ടാവും. അല്ല, അതാണ് കപ്പടിച്ചതാ. ഡാക്കു മഹാരാജന്റെക്കാളും അപ്പുറത്തേക്ക് സംക്രാന്തി തൂക്കി. അതെ, സംക്രാന്തിക്ക വസ്തുനം സംക്രാന്തി തൂക്കി. അടുത്തത് മാർക്കോ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നു എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതും മാർക്കോ ആയിട്ട് വിക്രം. അങ്ങനെ ഒരു റൂമറുകളാണ്. എന്ത് തോന്നുന്നു നിനക്കെന്താ? എനിക്ക് തോന്നുന്നില്ല വരുന്നു. അല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പോരാ, അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിക്രം ചെയ്യൂല എന്നല്ല ഞാൻ പറഞ്ഞ. പക്ഷെ നീ എക്സൈറ്റഡ് അല്ല, ഒരിക്കലും അത് ഉണ്ണിമൂന്ന് ചെയ്ത പോലെ വരില്ല. ഇനി ആക്ഷനൊക്കെ ഭയങ്കരമായിട്ടും മാറ്റം ഉണ്ടാവും. അത് വേറെ കൈവെക്കാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ല, എന്താണ് പാനിന്റെനായിട്ട് വന്ന സിനിമയൊക്കെ പിന്നെ കൊണ്ടുപോയിട്ട് എന്തിനാ അവിടെ റീമേക്ക് ചെയ്യേണ്ട ആവശ്യം? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, റീമേക്ക് ചെയ്തൂടെ? ഒക്കെ എന്തിന്റെ ആവശ്യമാണ്? അതൊക്കെ വെറും റൂമറുകളായിരിക്കും, തള്ളി വിടുന്നതായിരിക്കും. അല്ലാണ്ട് അതൊന്നും ഒറിജിനൽ ഒന്നും ആയിരിക്കില്ല. ജസ്റ്റ് മീറ്റ് ചെയ്ത് കണ്ടു, പ്രമോഷന്റെ ഭാഗമായിട്ട് കണ്ടത്. ഇപ്പോൾ അങ്ങനെ എന്താ മഞ്ഞുമൽ ബോയ്സ് ടീം, തലവൻ ടീംസ്, പിന്നെ ആ സമയത്ത് എല്ലാ മലയാള സിനിമയുടെയും ടീം തമിഴ്നാട്ടിൽ എല്ലാവരും ചെന്ന് കാണുമായിരുന്നു. അതിനൊക്കെ അർത്ഥം
ഇവരൊക്കെ ആ സിനിമ റീമേക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണോ? ഒരിക്കലും അല്ല. അത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയി കാണുന്നു. അത് അവരെ കാണുമ്പോൾ അത് പുറത്തു വരുമ്പോൾ തമിഴിൽ അത് കൂടുതൽ ചർച്ചയാവും. അവർ പോയി സിനിമ കാണും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇനി വല്ലതും ഉണ്ടോ? വരൂല, ഉറപ്പാടും വരൂല. ഞാനാ പറയണത്, വിക്രമൊന്നും അങ്ങനത്തെ മണ്ടത്തരം കാണിക്കുന്നു തോന്നുന്നില്ല. എന്താണെങ്കിലും അല്ല, റീമേക്കും വല്ലപ്പോഴും ഇയാൾ ചെയ്യാറുള്ളൂ. പിന്നെ അതേ പറഞ്ഞ വിക്രത്തിന്റെ അങ്ങനത്തെ കൂടുതലൊന്നും വന്നില്ല. വന്നിട്ടുള്ളതൊക്കെ മറ്റതൊക്കെയാണ്, വാസന്തി ലക്ഷ്മി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ളതുണ്ട്. പിന്നെ അപ്പുറത്തേക്കൊന്നും. പിന്നെ അന്നത്തെ കാലഘട്ടം അല്ല ഇപ്പൊ. അതെ, അന്നത്തെ അന്ന് നമ്മുടെ ആ ഇൻഡസ്ട്രിയിലുള്ള കാണുള്ളൂ. അന്ന് മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മലയാളത്തില്, പിന്നെ 1-2 തിയേറ്ററിലേ ഉണ്ടാവുള്ളൂ തമിഴ്നാട്ടിലൊക്കെ. അങ്ങനെയുള്ളതാകുമ്പോൾ അവിടെ വീണ്ടും എടുത്ത് ചെയ്യായിരുന്നു. എന്തായാലും ബോളിവുഡ് ജീവിച്ചു പോയത് തന്നെ ഈ രീതിയിലായിരുന്നു. സൗത്ത് ഇന്ത്യൻ ഫിലിംസ് അങ്ങനെ കൊണ്ടുപോയിട്ട് കൂടുതലും അതിൽ മലയാളമായിരുന്നു. ഇപ്പൊ എന്താ രക്ഷപ്പെടാത്തത്? റീമേക്ക് ആണോ പൊട്ടി? കിട്ടൂലേ? കാരണം എന്താ, എല്ലാരും കാത്തിരിക്കരുതിന്. പ്രേക്ഷകർ ഇപ്പത്തേന്ന് പറഞ്ഞാൽ ഹൈടെക് ആണ്. എല്ലാരും ഏത് സിനിമയും ലാംഗ്വേജ് മാറ്റിയിട്ടിട്ട് വരെ കാണാം, ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ കാണുന്നോടത്ത് അവിടെ ഇനി കൊണ്ടുപോയിട്ട് ഇനി വേറെ ആളെ വെച്ച് ചെയ്യുമ്പോൾ അതാ ഒരു മനുഷ്യൻ തിരിഞ്ഞു പോലും നോക്കൂല. അതാ സംഭവിക്കുള്ളൂ. യെസ്, അടുത്ത കിഴി, അതായത് അവസാനത്തെ കിഴിയാണല്ലേ ഈ ലാസ്റ്റ് കിഴി. എമ്പുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. 21-ാം തീയതി നമ്മുടെ ടൊവിനോ തോമസിൻ്റെ ബർത്ത്ഡേ ആണ്. അന്ന് ആളുടെ ക്യാരക്ടർ പോസ്റ്റർ വരും എമ്പുരാനിൽ. ഇത് നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് ഒരു സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഏതാണ്ട് ഉറപ്പിക്കാട്ടോ. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും പോവല്ലേ? പോവാം. എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. 3-3 അല്ലേ? 3-1 ഇവിടെ തോറ്റു പറ. അതൊക്കെ എന്തിനു പറയുന്നത്? 3-3 ഇവിടെ ജയിച്ചിക്കല്ലേ, അത് പറഞ്ഞാ പോരെ. എന്താ മോനെ, ഞങ്ങള് പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ. അല്ല, സോങ് അല്ല, നീ കഴിയുമ്പോ നീ എണീറ്റിട്ട് പോരെ, ഞാനവിടെ പോയിക്കോട്ടെ. അല്ലേ, ഹിറ്റ്ലറല്ലേ തിരിച്ചു മ്യൂസിക് കറക്റ്റ് ആയിരുന്നു. സംഭവിച്ചതാ. ഓരോ സംഭവങ്ങളാണ് ഇതിപ്പോ അതുപോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ എന്നൊക്കെ തോന്നുന്നു. പലതും തോന്നുന്നു. തിരിച്ചു വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രത്യേകിച്ച് അവന് തോന്നും, കാരണം ജയിച്ചിരിക്കുകയാണല്ലോ. അല്ലെങ്കിൽ വലിയ തോന്നലൊന്നുമില്ല, പെട്ടെന്ന് എണീറ്റ് പോവുള്ളൂ. ശരി.